ഹായ് വെൽക്കം ബാക്ക് ടു അബി സൊല്യൂഷൻ. നമ്മൾ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ. മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ മൊബൈലിൽ സെർച്ച് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് ചെയ്തു വെക്കേണ്ട ഒരു ഓപ്ഷൻ നമുക്ക് ഗൂഗിൾ തന്നെ നമുക്ക് ഫോണിൽ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും അത് എനേബിൾ ചെയ്ത് വെക്കാറില്ല. അതുകൊണ്ട് നമുക്ക് പല പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കാരണം നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പല തട്ടിപ്പുകൾ വരുന്നുണ്ട്. നമ്മൾ പല വെബ്സൈറ്റുകളിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് മറ്റു പല തട്ടിപ്പ് വെബ്സൈറ്റുകളിലേക്ക് കയറി പോകാനും അതുവഴി നമ്മുടെ പണം നഷ്ടപ്പെടാനും അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റകൾ നഷ്ടപ്പെടാൻ അങ്ങനത്തെ പല സാധ്യതകളുണ്ട്. അപ്പൊ അതിന് നമുക്ക് അത് സേഫ് ആക്കാൻ വേണ്ടി ഗൂഗിൾ തന്നെ നമുക്കൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് എനേബിൾ ചെയ്ത് വെക്കേണ്ട എങ്ങനെയാണെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കി നോക്കുക. ഇനി ആരെങ്കിലും എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബും തൊട്ടതില്ല ബെൽ ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോകും. അവരും കൂടി ഇതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പോഴുള്ള കാലത്തുള്ള തട്ടിപ്പുകൾ ഒഴിവാക്കാൻ ഇതുവഴി നമുക്ക് വളരെയധികം സാധിക്കുന്നതാണ്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്കറിയാം നമ്മൾ നിരവധി സൈറ്റുകളിൽ നമ്മൾ കയറാറുണ്ട് അല്ലെ. നമ്മൾ ഫോൺ വഴി നമ്മൾ ഗൂഗിൾ ക്രോം വഴി നിരവധി സൈറ്റുകൾ നമ്മൾ കയറാറുണ്ട്. പക്ഷെ നമ്മൾ സൈറ്റുകളിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിലേക്ക് കയറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് റീഡയറക്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ പൈസ നഷ്ടപ്പെടാനും ഡാറ്റകൾ നഷ്ടപ്പെടാനൊക്കെ നമുക്ക് വളരെയധികം സാധ്യതയുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ശബരിമല ക്യൂ ബുക്ക് ചെയ്യാനുള്ള ഒരു സൈറ്റിലേക്ക് ഞാൻ കയറുന്ന സമയത്ത് നിരവധി സൈറ്റുകൾ നമുക്ക് ഇവിടെ താഴെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു സൈറ്റ് മാത്രമല്ല അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പല സൈറ്റുകളുണ്ട്. അപ്പൊ ഏതെങ്കിലും സൈറ്റ് മാറി പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ അതുപോലെ തന്നെ നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പണമൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് നമുക്ക് സെക്യൂർ ആക്കാൻ വേണ്ടിയുള്ള സെറ്റിംഗ്സ് നമുക്ക് ഗൂഗിൾ തന്നെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായി ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ തന്നെ നോക്കി വെക്കുക. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ക്രോം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. പലരും അപ്ഡേറ്റ് ചെയ്യാതെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ വരെ അപ്ഡേറ്റ് ചെയ്യാൻ ചിലപ്പോൾ മറന്നു പോകാറുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, ഗൂഗിൾ ക്രോം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ അപ്ഡേറ്റ് ഉണ്ടാവും. കണ്ടേ ഇവിടെ അപ്ഡേറ്റ് വന്ന് കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ആവും. അപ്ഡേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വളരെ വളരെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. കാരണം ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് സെക്യൂർ ആയിട്ട് നമുക്ക് ഗൂഗിളിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് കാണുന്നുണ്ട് മുകളിൽ 3 ഡോട്ട്സ് കാണുന്നുണ്ട്. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ സെറ്റിംഗ്സ് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതേപോലെയാണ് ഇന്റർഫേസ് വരുന്നത്. നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുറെ സൈറ്റുകൾ കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഗൂഗിൾ സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഗൂഗിൾ സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എലോ ഗൂഗിൾ സൈൻ ഇൻ കാണിക്കാൻ. തൊട്ട് താഴെ ഹെൽപ്പ് ഇംപ്രൂവ് ക്രോംസ് ഇവിടെ കണ്ടില്ലേ. ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. അത് നമുക്ക് നമ്മുടെ സെർച്ച് വളരെ കൺവീനിയന്റ് ആയിട്ട് വളരെ കറക്റ്റ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. മേക്ക് സെർച്ചസ് ആൻഡ് ബ്രൗസിംഗ് ബെറ്റർ ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഇംപ്രൂവ് സെർച്ച് സജഷൻസ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ സെർച്ച് സജഷൻ കൊടുക്കുന്നത്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അത് നേരെ ഗൂഗിളിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗൂഗിൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള സൈറ്റുകളിലേക്ക് മാത്രമേ നമ്മളെ അയക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ സമയത്ത് നമ്മുടെ പല ഡാറ്റകൾ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ മിസ്യൂസ് ചെയ്യാൻ പെടുന്ന സാധ്യതകളൊക്കെ നമുക്ക് വളരെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഇതൊന്നും ഇപ്പൊ തന്നെ ചെയ്തു വെക്കുന്നത് നല്ലതാണ്.